മെഡിസിൻ അതായത് ഓങ്കോളജിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബയോപ്സി നോക്കി അതിൻ്റെ ഒരു കൺഫർമേഷൻ വേണം. അതിൽ ഗ്രേഡിംഗ് ഉണ്ട്, അതിൻ്റെ ട്യൂമർ സൈസ് ഉണ്ട്, പിന്നെ ലിംഫ് നോട്ട്സിലേക്ക് പോയിട്ടുണ്ടോ, അതാണ് TNM ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ട്യൂമറിൻ്റെ സൈസ്, നോട്ട്സ് ഉണ്ടോ, മെറ്റാസ്റ്റേസിസ് ഉണ്ട്. എം എന്ന് പറയുന്നത് മെറ്റാസ്റ്റേസിസ്, പുറത്തേക്ക് പോയിട്ടുണ്ടോ, അത് ഒരു ലെവലാണ്. പിന്നെയുള്ളത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ റിസപ്റ്റർ സ്റ്റഡിയാണ്. റിസപ്റ്റർ 3 തരം റിസപ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നത്. ഒന്ന് ഈസ്ട്രജൻ പിന്നെ പ്രൊജസ്ട്രോണ്, പിന്നെ HER2 എന്ന് പറയും. HER എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ, അതൊരു ഗ്രോത്ത് ഹോർമോൺ റിസപ്റ്ററാണ്. ഗ്രോത്ത് ഹോർമോൺ റിസപ്റ്റർ എന്നാണ് HER2 എന്നുള്ളതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാവുന്നത് ഞാൻ ഈ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റേജ് 1 ആയിരിക്കണം, ഒരു ലെസ് ദാൻ 2 സെൻറ്റിമീറ്ററും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. അതായത് HER2 നെഗറ്റീവും ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ക്യാൻസറിനാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ പോസിബിലിറ്റി. നെക്സ്റ്റ് HER2 പോസിറ്റീവ് ആണ്. HER2 പോസിറ്റീവ് ആണെങ്കിൽ അത് ക്യാൻസർ ഗ്രോത്ത് ഫാസ്റ്റർ ആക്കും. അതായത് ഗ്രോത്ത് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു നമുക്കിപ്പം ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്റ്റുസുമാബ് എന്ന് പറഞ്ഞുള്ള ഒരു മെഡിസിൻ, അതുപോലെ പെർട്ടുസുമാബ് എന്നുള്ള 2 മെഡിസിൻസ് അതിന് ടാർഗറ്റഡ് തെറാപ്പിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇഫക്റ്റീവ് ആകുന്നുണ്ട്. അതാണ് HER2 പോസിറ്റീവ് ആണ്. HER2 പോസിറ്റീവ് ആകുക എന്ന് പറയുന്നത് നല്ലതല്ല, പക്ഷേ അതിനൊരു ഇതുണ്ട്, അതിനൊരു സ്പെസിഫിക് ടാർഗറ്റഡ് തെറാപ്പി കൊടുക്കാം. പിന്നെയുള്ളത് ട്രിപ്പിൾ നെഗറ്റീവ്, അതായത് HER2 നെഗറ്റീവാണ്, ഈസ്ട്രജനും നെഗറ്റീവാണ്, പ്രൊജസ്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ അതാണ് ഏറ്റവും നെഗറ്റീവ് ഒരു റിസൾട്ട് വരുന്നത്. കാര്യം അത് HER2 നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമായില്ല, അത് അത്തരം സെല്ല് അതിൻ്റെ അബ്നോർമാലിറ്റി വളരെ കൂടുതലായിരിക്കും. ആ നോർമൽ സെൽ സ്ട്രക്ചറിൽ നിന്ന് അത് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തു, കൂടുതൽ മ്യൂട്ടേഷൻസ് വന്ന് കൂടുതൽ ഡീവിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അതിന് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് വരാവുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പം, അതായത് റേഡിയേഷൻ മറ്റുള്ള ഈ സ്പെസിഫിക് ഡ്രഗ്സ് ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇത് വരുന്നത്. അതായത് ഹോർമോണൽ തെറാപ്പി എഫക്റ്റീവ് ആവില്ല, ടാർഗറ്റഡ് തെറാപ്പി എഫക്റ്റീവ് ആവില്ല. അപ്പം അവിടെയും നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ ഗ്ലൂക്കോസ് ഇത് ചെയ്യുക, കറക്റ്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ അത്തരം പേഷ്യൻസിനും ഡെഫിനറ്റ്ലി നമ്മൾ ട്യൂമർ ലോഡ് കുറയ്ക്കാനായിട്ട് സർജറി ചെയ്യണം. റേഡിയേഷൻ പോസിബിൾ ആയിട്ടുള്ള, റേഡിയേഷൻ എഫക്റ്റീവ് ആയിട്ടുള്ള, അതായത് സെക്കൻഡറീസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ലോക്കൽ റേഡിയേഷൻ ഇത് എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് നമ്മൾ ന്യൂട്രീഷൻ ഇത് ചെയ്യുകയാണെങ്കിൽ അവിടെയും ട്യൂമർ ഗ്രോത്ത് കുറഞ്ഞു വരാറുണ്ട്. അപ്പം അങ്ങനത്തെ എൻ്റെ എക്സ്പീരിയൻസിനും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.